ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് 20-ാം ദശകം ഋഷഭയോഗീശ്വര ചരിതമാണ്. ഋഷഭൻ ആരായിരുന്നു എന്ന് നമുക്കറിയണം. അതുപോലെ തന്നെ ഈ ഋഷഭൻ ആരായിരുന്നു എന്നറിയണമെങ്കിൽ ഋഷഭൻ്റെ പിതാവ്, മാതാവ്, അങ്ങനെ പിതാമഹന്മാരൊക്കെ ആരാണെന്ന് അറിയണ്ടേ? നമുക്കത് നോക്കാം. നമുക്കറിയാം സ്വയംഭുവ മനുവും ശതരൂപയും. അവർക്ക് പ്രിയവ്രതനെന്നും ഉത്താനപാദനെന്നും മക്കളുണ്ടാകും. നമ്മൾ ആ ഉത്താനപാദൻ്റെ വംശം നമ്മൾ കണ്ടു. ധ്രുവൻ, പൃഥു, പ്രചേതസ്സുകൾ വരെ എത്തിയില്ലേ. ഇനി ആ പ്രചേതസ്സുകൾ കഴിഞ്ഞിട്ട് നമുക്കറിയാം പ്രിയവ്രതനും ഉത്താനപാദനും ആഹൂതി, ദേവഹൂതി, പ്രസൂതി, ഇങ്ങനെ ആ മക്കൾ. ആഹൂതിയെ രുചി പ്രജാപതി വിവാഹം കഴിക്കുന്നു. ദേവഹൂതിയെ കർദമ മഹർഷി കല്യാണം കഴിക്കുന്നു. അതുപോലെ തന്നെ പ്രസൂതിയെ ദക്ഷ പ്രജാപതിയാണ് വിവാഹം കഴിച്ചത്. ഇനി നമ്മളിതിങ്ങനെ ഓരോ ദശകത്തിലും ഓരോരുത്തരെ നമ്മൾ കണ്ടു. എല്ലാവരെയും നമുക്കറിയാം. ഇപ്പം പ്രിയവ്രതൻ മൂത്ത പുത്രനായിരുന്നു. വിശ്വകർമാവിൻ്റെ മകള് ബർഹിഷ്മതിയാണ് വിവാഹം ചെയ്തത്. അവർക്ക് 10 പുത്രന്മാരായിരുന്നു. ഈ 10 പുത്രന്മാർക്കും അഗ്നിയുടെ പര്യായ പദങ്ങളാണ് അവരുടെ പേരൊക്കെ. ആഗ്നിധ്രൻ, യുഗ്മജിഹ്വൻ, യജ്ഞബാഹു, മഹാവീരൻ, വീതിഹോത്രൻ, ഘൃതപൃഷ്ടൻ, ഹിരണ്യരേതസ്, സവനൻ, മേധാതിഥി, കവി, അങ്ങനെ എല്ലാവരും. ഇങ്ങനെ ഒരു മകളും കൂടി ഉണ്ട് അവർക്ക്, ഊർജ്ജസ്വതി എന്ന് പറഞ്ഞ്. ഈ ഊർജ്ജസ്വതിയെ ശുക്രാചാര്യരാണ് വിവാഹം കഴിക്കുന്നത്. നമുക്കറിയാം കചദേവയാനി ചരിതത്തിൽ ആ ദേവയാനിയായിട്ട് വരുന്നത് ശുക്രാചാര്യരുടെ മകളാണ്. അതുപോലെ തന്നെ 3 പേര്, ഈ കവി, മഹാവീരൻ, സവനൻ, ഇവർ 3 പേരും ബാല്യത്തിൽ തന്നെ ഇങ്ങനെ ബ്രഹ്മചര്യത്തോടെ ജിതേന്ദ്രിയന്മാരായി, അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച് ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന് വെച്ചിട്ട് തന്നെ സന്യാസിമാരായി ആ ഭഗവാനെ പ്രാർത്ഥിച്ച് സായുജ്യമുക്തിയെ പ്രാർത്ഥിക്കുകയാണ്. അഷ്ടാംഗയോഗ സിദ്ധിയിലൂടെ അവസാനത്തെ പടിയാണുള്ള സായുജ്യം. ആ സായുജ്യമുക്തിയെ പ്രാപിക്കുകയാണ്. ഇത് ഭാഗവത 5-ാം സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കഥകളാണിത് കേട്ടോ. വേറൊരു പത്നിയിലാണ് പ്രിയവ്രതന് രൈവതൻ, ഉത്തമൻ, താമസൻ, ഇങ്ങനെ 3 പുത്രന്മാരും ജനിക്കുന്നുണ്ട്. ഇവർ പിന്നീട് മന്വന്തരാധിപന്മാരായി തീരുകയാണ്. ആ പ്രിയവ്രതൻ 110 കോടി സംവത്സരം രാജ്യം ഭരിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ 20-ാം ദശകത്തിൽ ഋഷഭയോഗീശ്വര ചരിതത്തിൽ ഋഷഭൻ ആരാണെന്ന് അറിയാനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ, ഇവിടെ പ്രിയവ്രതൻ 110 കോടി സംവത്സരം രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞു. 10 മക്കളുണ്ട്. ഇതിൽ 3 പേര് മന്വന്തരാധിപന്മാരായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ 3 പേര് ബ്രഹ്മചര്യത്തോടെ ജിതേന്ദ്രിയന്മാരായിട്ട് സന്യാസിമാരായി എന്നും, അതുപോലെ തന്നെ ശ്രീഹരിയെ പ്രാപിച്ച് സായുജ്യമുക്തി പ്രാപിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി 7 പേരുണ്ടല്ലേ, അതിൽ അവരുടെ കാര്യമാണ് നമുക്കിങ്ങനെ പറയാൻ പോകുന്നത്. ആ 7 പേരിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാൻ ആഗ്നിധ്രരാജാദുദിതോ ഹി നാഭിഃ ത്വാം ദൃഷ്ടവാനിഷ്ടദമിഷ്ടിമധ്യേ തവൈവ ദുഷ്ടൈ കൃതയജ്ഞകർമ്മ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നിധ്രരാജാദുദിതോ ഹി നാഭിഃ ത്വാം ദൃഷ്ടവാനിഷ്ടദമിഷ്ടിമധ്യേ തവൈവ ദുഷ്ടൈ കൃതയജ്ഞകർമ്മ. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നിധ്രരാജാത് ഉദിതഃ നാഭിഃ ഹി തവ ഏവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ ഇഷ്ടിമധ്യേ ഇഷ്ടദം ത്വാം ദൃഷ്ടവാൻ. ഇവിടെ പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായ ആഗ്നിധ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആഗ്നിധ്രൻ ജ്യേഷ്ഠപുത്രനാണ് അല്ലേ. യുഗ്മജിഹ്വൻ, യജ്ഞബാഹു, മഹാവീരൻ, വീതിഹോത്രൻ, ഘൃതപൃഷ്ടൻ, ഹിരണ്യരേതസ്, സവനൻ, മേധാതിഥി, കവി, ഇങ്ങനെ 10 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടായെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൽ ആഗ്നിധ്രനാണ് ആദ്യം ഉണ്ടായ പുത്രൻ. ഈ ആഗ്നിധ്രൻ്റെ പുത്രനാണ് നാഭി എന്ന പുത്രൻ ജനിക്കുന്നു. ആഗ്നിധ്രൻ്റെ
മകനാണ് നാഭി. അപ്പോൾ പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായ ആഗ്നീധ്രൻ്റെ മകൻ നാഭി. ആ നാഭി രാജാവിൽ നിന്ന് തവയേവ തുഷ്ടി. അപ്പോൾ അവിടുത്തെ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അവിടുത്തെ പ്രീതിപ്പെടുത്താൻ, സന്തുഷ്ടനാക്കാൻ വേണ്ടി എന്തു ചെയ്തു? കൃതയജ്ഞകർമ്മ, യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. ഇഷ്ടിമധ്യേ ഇഷ്ടദം ത്വാം. ഈ യാഗത്തിന് ഇഷ്ടിമധ്യേ എന്ന് പറഞ്ഞാൽ ഇഷ്ടിയാഗമാണ്. യാഗത്തിനിടയിൽ ആ ഇഷ്ടദം ത്വാം, അവിടുത്തെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇഷ്ടത്തെ, അഭീഷ്ടത്തെ പ്രദാനം ചെയ്യുന്ന, ആ ഇഷ്ടത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ദൃഷ്ടവാൻ, അവിടുത്തെ ദർശിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ശ്ലോകത്തിൽ അത്രയുമേ ഉള്ളൂ. പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായ ആഗ്നീധ്രൻ്റെ മകനായ നാഭി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി യാഗങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. ആ യാഗം നടത്തുന്നതിനിടയിൽ അവിടുത്തെ ദർശിച്ചു എന്നേ ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർധ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണഃ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർധ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണഃ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. വിശ്വമൂർത്തേ തത്ര മുനീശ്വരൈഃ അഭിഷ്ടുതഃ രാജ്ഞഃ സ്വതുല്യം സുതം അർധ്യമാനഃ ത്വം അഹം സ്വയം ജനിഷ്യെ ഇതി ബ്രുവാണഃ ബർഹിഷി തിരോദധാഃ. ഇവിടെ നാഭി രാജാവ് ആഗ്നീധ്രൻ്റെ, അതായത് പ്രിയവ്രതൻ്റെ പൗത്രനായ നാഭി യജ്ഞം നടത്തി പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചതെന്നറിയുമോ? വളരെ കാലമായിട്ട് നാഭിക്ക് പുത്രഭാഗ്യം ഉണ്ടായില്ല. ആ ദുഃഖിതനായിരുന്ന അദ്ദേഹം ഭാര്യയായ മേരുദേവിയോടുകൂടി ഭഗവാനെ ഭജിക്കുകയാണ്. ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് വരം കൊടുക്കുന്നത്, അതായത് വരം ചോദിക്കുന്നത് ഇതാണ്, എനിക്ക് സന്താനഭാഗ്യം വേണമെന്നായിരിക്കുമല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഭഗവാനോട് വരം ചോദിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം. ആ സർവസ്വരൂപനായ ഭഗവാനെ വിശ്വമൂർത്തേ തത്ര, ആ യാഗമധ്യത്തിൽ മുനിശ്രേഷ്ഠന്മാരാൽ മുനീശ്വരൈഹി അഭിഷ്ടുതഃ, ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ടവനായ ഭഗവാന്. രാജ്ഞഃ സ്വതുല്യം സുധം. ആ രാജാവിന്, ആ നാഭി എന്ന രാജാവിന് അവിടുത്തേക്ക് തുല്യനായ പുത്രനെ, സ്വതുല്യം സുതം എന്ന് പറഞ്ഞാൽ സ്വതുല്യം എന്നിവിടെ ഭഗവാന്, ഇവിടെ മേൽപ്പത്തൂര് പറയുന്നതാണ്, കൃഷ്ണനോട്, ഗുരുവായൂരപ്പനോട് പറയാണ്, ഭഗവാനെ അവിടുത്തേക്ക് തുല്യനായ പുത്രനെ വേണമെന്ന് ആ നാഭി രാജാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്താണ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്? സ്വയം ജനിഷ്യേഹം ഇതി ബ്രുവാണഃ. ഇതി ബ്രുവാണഃ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അഹം ജനിഷ്യേ ഇതി, ഇപ്രകാരം പറഞ്ഞു, ഞാൻ പുത്രനെ എനിക്ക് തുല്യനായ എന്ന്. അവിടത്തേക്ക് തുല്യൻ അവിടെ നിന്ന് മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ തുല്യനായിട്ട്, സമമായിട്ട്. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ജനിച്ചേക്കാമെന്ന് ഭഗവാൻ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞു എന്നാണ് ഇവിടെ കൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്നത്. സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണഃ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? തിരോദധ, അപ്രത്യക്ഷനായി. എവിടെയാണ് അപ്രത്യക്ഷനായത്? അഗ്നിയിൽ മറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർധ്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണഃ തിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. ഇവിടെ ആ വിശ്വമൂർത്തേ ഭഗവാനെ, സർവ്വവ്യാപിയായ ഭഗവാനെ, അവിടുത്തെ സമനായ പുത്രൻ വേണമെന്ന് പ്രാർത്ഥിച്ച ആ നാഭി രാജാവിനോട് എന്തു പറഞ്ഞു? ഞാൻ തന്നെ സ്വയം പുത്രനായി ജനിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അഗ്നിയിൽ മറഞ്ഞു എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ഇവിടെ ഋഷഭാവതാരം വർണ്ണിക്കുകയാണ്. അപ്പോൾ ഋഷഭൻ ആരാണെന്നാണ് ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാഭിപ്രിയായാം അധമേരുദേവ്യാം ത്വമംശദോ ഭൂഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദഃ
നാഭിപ്രിയായാം മേരുദേവ്യാം ത്വമംശദോ ഭൂർഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദഃ. അധ ത്വം നാഭിപ്രിയായാം മേരുദേവ്യാം അംശതഃ ഋഷഭാഭിധാനഃ അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിതാശേഷ ജനപ്രമോദഃ അഭൂഹു. ഇങ്ങനെ ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. നാഭിപ്രിയായാം അധ മേരുദേഹ്യ. അധ അനന്തരം. അപ്പം ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ വരം നൽകിയിട്ട്, ഞാൻ തന്നെ ജനിക്കാമെന്ന് വരം നൽകിയിട്ട് മറഞ്ഞു ഇല്ലേ? ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നത് നാഭി രാജാവിൻ്റെ പ്രിയതമയായ മേരുദേവിയിൽ ആ അനന്തരം, അധാനന്തരം ആ ഭഗവാൻ എന്തു ചെയ്തു? അംശതഃ, ഭഗവാന്റെ അംശാവതാരമായിട്ട് ഋഷഭാഭിധാനഃ, ഋഷഭൻ എന്ന പേരിൽ അലോകസാമാന്യ ഗുണപ്രഭാവം, അതായത് ലോകത്തിൽ ആർക്കുമില്ല. നാഭി രാജാവ് പ്രാർത്ഥിച്ചത് ഭഗവാന് തുല്യനായ പുത്രൻ ഉണ്ടാകണമെന്നാണ്. ഭഗവാന് തുല്യൻ ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ സ്വയം അങ്ങ് മകനായിട്ട് ജനിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായിരിക്കും ഗുണങ്ങൾ? അലോകസാമാന്യം അല്ലേ? ലോകത്തിൽ സാധാരണയായി ഒന്നും ആർക്കും കാണാത്ത ഗുണഗണങ്ങളോട് കൂടിയാണ് ആ പുത്രൻ ജനിച്ചത്. ഋഷഭൻ എന്ന പേരിൽ അലോകസാമാന്യ ഗുണ പ്രഭാവിതാശേഷ ജനപ്രമോദ. ഇതെല്ലാം കണ്ടിട്ട് എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഗുണഗണങ്ങളോടുകൂടി ഈ പുത്രനെ കണ്ടിട്ട് എല്ലാ ജനങ്ങൾക്കും സന്തോഷമുണ്ടായി. യാത്രയ്ക്ക് സന്തോഷമുളവാക്കുന്ന അലോകസാമാന്യം, അതായത് അനിതര സാധാരണമായ ഗുണങ്ങളോടുകൂടിയാണ് ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ ഈ മേരുദേവിയിൽ വന്ന് ജനിച്ചത് എന്നർത്ഥം. ഇനി അഭൂഹു, ജനിച്ചു. ഇത്രയും ഉള്ളൂ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. നാഭിപ്രിയായാം അധമേരുദേവ്യാം ത്വമംശദോ ഭൂർ ഋഷഭാഭിധാനഃ അലോകസാമാന്യ ഗുണപ്രഭാവ പ്രഭാവിതാശേഷജനപ്രമോദഃ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കിനി നാലാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം.